നമ്മൾ കാണുന്ന ജീവിതം നമ്മുടെ പെർസെപ്ഷൻ്റെ ബാൻഡ് വിട്ട് വരെ മാത്രമാണ്. നമ്മളെല്ലാവരും ലിമിറ്റ്ലെസ് പോസിബിലിറ്റിയാണ്. നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ഒരു റിസർച്ച് പറയുന്നത് ഒരു കുട്ടി 14 വയസ്സാകുന്നതിന് മുമ്പ് ശരാശരി 1,40,48,000 പ്രാവശ്യം ഈ ഒരു വാക്ക് കേൾക്കുന്നുണ്ടെന്നാണ്. അത് മറ്റൊന്നുമല്ല, നിനക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഒരു കുട്ടി മരത്തിൽ കയറാൻ നോക്കി, നമ്മൾ പറയും പറ്റില്ല. ഒരു കുട്ടി കത്തി പിടിക്കാൻ നോക്കി, നമ്മൾ പറയും പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും ഇൻറ്റൻഷൻ നല്ലതാണ്, കാരണം ഉദ്ദേശം പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഇമ്പാക്റ്റ് കണ്ടീഷനിങ് ആണ്. അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, ടീച്ചേഴ്സ് പറയുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്നു, ഫ്രണ്ട്സ് പറയുന്നു, സൊസൈറ്റി പറയുന്നു, നിനക്ക് പറ്റില്ല. എന്നിട്ടും നമുക്ക് ഇത്രയും ദൂരം എത്താൻ സാധിച്ചെങ്കിൽ അതൊരു മിറാക്കിളാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു ശബ്ദം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ഉയരും. ഒരു ശബ്ദമല്ല, 1,40,48,000 ശബ്ദങ്ങൾ. പറ്റില്ല, നിന്നെ കൊണ്ടാവില്ല, നീ ശ്രമിക്കേണ്ട, പോസിബിൾ അല്ല, റിസ്ക് ആണ്. ഇത് കേട്ട് 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 ഇത് പിന്നീട് നമ്മളുടെ വിശ്വാസമായി മാറും. ബംബിൾ ബീ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എയറോഡൈനാമിക് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് സയന്റിസ്റ്റുകൾ ബംബിൾ ബീയുടെ മുകളിൽ ഒരു പരീക്ഷണം നടത്തും. ബംബിൾ ബീ എന്ന് പറയുന്നത് ഒരു തേനീച്ച വർഗത്തിൽപ്പെട്ട ഒരു പ്രാണിയാണ്. ബംബിൾ ബീയുടെ ബോഡി സൈസ് കൊണ്ടും ബംബിൾ ബീയുടെ വിങ്സിന്റെ സൈസ് കൊണ്ടും ബംബിൾ ബീക്ക് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല എന്നാണ് സയന്റിഫിക് കൺക്ലൂഷൻ. പക്ഷേ ഈ കാര്യം ബംബിൾ ബീക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ബംബിൾ ബീ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബംബിൾ ബീ പറക്കുന്നത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന് ബംബിൾ ബീയോട് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല നിനക്ക് പറക്കാൻ സാധിക്കില്ല എന്ന്. മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും, നിനക്ക് പറ്റില്ല. അത് പിന്നീട് വിശ്വാസമായി മാറും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ പെർസെപ്ഷനെ റിന്യൂ ചെയ്യണം, ബ്രാൻഡ് വിട്ട് എക്സ്പാൻഡ് ചെയ്യണം. പഴമക്കാർ പറഞ്ഞു പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ തറഞ്ഞു പോയൊരു കാര്യമുണ്ട്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൊക്ക് വലുതാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വലിയ ഇരകൾ കൊത്താൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.